ഹായ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചെറിയൊരു പുളിപ്പും മധുരവും ഒക്കെയുള്ള ഒരു പുഡിംഗ് റെസിപ്പി. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുതേ. ഇനി നമ്മളിത് ആ ഒരു പാനിലേക്ക് 2 കപ്പ് അളവിൽ നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും 1/4 കപ്പ് അളവിൽ കോൺഫ്ലോറും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇത് അത്യാവശ്യം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ നമുക്ക് നല്ലതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നല്ല ഒരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് എടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ മാരി ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ പാലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഏത് പുഡിംഗ് ട്രേയിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമ്മളിത് ഈ ഒരു ബിസ്ക്കറ്റ് നമുക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പാർലേജിയുടെയോ ടൈഗറിൻ്റെയോ ഒക്കെ ബിസ്ക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് മാരിയെക്കാട്ടിലും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നത് ആ ഒരു പാർലേജിയുടെ ബിസ്ക്കറ്റ് വെച്ചപ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് പാലിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ്. ഏകദേശം ഒരു മണിക്കൂർ സമയം നമ്മളിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആ കോൺഫ്ലോർ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് എല്ലാ സൈഡിലത്തും ഒരേപോലെ വരത്തക്ക ഇതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാൻ. ഒരിക്കലും ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിക്കരുതേ. ഇപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിലേക്ക് 2 കിവി ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കിവിക്ക് പകരമായിട്ട് സ്ട്രോബെറിയോ പൈനാപ്പിളോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കിവി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അല്പം കനം കുറഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു പുഡിങ്ങിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ബിസ്ക്കറ്റ് മുഴുവനായിട്ട് വെച്ചതുകൊണ്ടാണ് നമ്മൾ കിവിയും അതുപോലെ തന്നെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ജലാറ്റിനാണ്. ഞാനൊരു 2 ടീസ്പൂൺ ജലാറ്റിനാണ് ഇവിടെ എടുക്കുന്നത്. അതൊരു 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് അവിടെ ഒരു 10 മിനിറ്റ് സമയം മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം എടുക്കുക. കൂടെ തന്നെ ഒരു 1/4 കപ്പിലും ഒരു ടേബിൾ സ്പൂൺ അളവ് കുറച്ചിട്ട് പഞ്ചസാര എടുത്താൽ മതിയാകും. അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം വെള്ളം അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ജലാറ്റിൻ്റെ മിക്സ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഏകദേശം 1 തൊട്ട് 2 മിനിറ്റ് വരെ എടുക്കും ഇത് നല്ലതുപോലെ ഒന്ന് ക്ലിയർ ടെക്സ്ചറിലായി വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് അത്യാവശ്യം ഒന്ന് സെറ്റായി വരട്ടെ. നമുക്ക് ഇതിലേക്ക് ഇനി ഒരു ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1, 2, 3 ഡ്രോപ്സ് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ഫ്ലോറൽ കാക്സിൻ്റെ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ല വെള്ളം തണുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഈ കാണുന്നത് പോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കിവി ചേർത്തത് കൊണ്ടാണ് ഞാൻ ഗ്രീൻ കളർ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതൊന്ന് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. 2.5 മുതൽ ഒരു 5 മണിക്കൂർ വരെ വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലൊരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സെറ്റായി വരാൻ എടുക്കുന്ന ടൈം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്രൊസീജിയറും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻ്റായിട്ട് പറയാൻ മറന്നു പോകരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടിട്ട് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.